ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ. വഴിതെറ്റി വന്നതാണെന്ന് തോന്നുന്നു. ഇന്ത്യയായിപ്പോയത് കൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ ടെറസിലിരിപ്പായിപ്പോയി. ഇതാണ് നമ്മുടെ അതിഥി. ഇവിടെയാണെങ്കിൽ കൂടൊന്നുമില്ലായിരുന്നു. പിന്നെ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്ത് അതിലാക്കി. അതിലൊരു തെർമോക്കോൾ ഉണ്ടായിരുന്നു, അതും അതിൽ തന്നെ വെച്ച് കൊടുത്ത്. അതിഥി ദേവോ ഭവ എന്നാണല്ലോ പ്രമാണം. അതുകൊണ്ട് അതിഥി സൽക്കാരത്തിൻ്റെ ഭാഗമായി ഞാൻ കുറേ ചകിരിയൊക്കെ ഇളക്കി പൊടിച്ച് നാരെടുത്ത് ഒരു ചകിരി ബെഡും ഉണ്ടാക്കി കൊടുത്തു. ഞാൻ കൂട്ടിനുള്ളിൽ കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തെങ്കിലും അത് തിന്നില്ല. പഴവും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും തിന്നില്ല. ഇപ്പോൾ കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ കുറച്ച് കഴിച്ചു. വെള്ളം കുടിക്കുകയാണ് ഇപ്പം. ഒരു കൊച്ചു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്ത് അത് മുഴുവനും കുടിച്ചു കേട്ടോ. നല്ല ദാഹം ഉണ്ടായിരുന്നു പക്ഷിക്ക്. അതാണ്, ചൂടല്ലേ, ഇപ്പോഴത്തെ ചൂടത്ത് മുഴുവൻ വെള്ളവും കുടിച്ചു തീർത്തു. കൂട്ടിൽ നിന്ന് പുറത്തെടുത്ത് കയ്യിൽ അരി വെച്ച് കൊടുത്തപ്പോഴാണ് തിന്നത്. പുറത്തെടുത്തിട്ട് വെള്ളം കൊടുത്തപ്പോഴും കഴിച്ച്. ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ചുകൂടി ഇണങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് അരിയും വെള്ളവുമൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ട് കൊടുത്തപ്പോൾ അരിയും വെള്ളവുമൊക്കെ കുടിച്ച്. ചിലപ്പോൾ അതിൻ്റെ ഇണ അതിനെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. അതും എവിടെയെങ്കിലും ഇങ്ങനെ ഇരിക്കുമായിരിക്കുമല്ലേ. ഉച്ചയായപ്പോഴത്തേക്ക് അവൻ്റെ വിഷമമൊക്കെ മാറി തുടങ്ങി കേട്ടോ. കുറേശ്ശെയായിട്ട് ആഹാരമൊക്കെ കഴിച്ച് നല്ലപോലെ അരിയും വെള്ളവുമൊക്കെ കഴിച്ച്. എത്രയായാലും എനിക്ക് ജീവികളെ കൂട്ടിലിട്ട് വളർത്തുന്നതിനോട് വിഷമമാണ്. ബന്ധുരക്കാഞ്ചനം കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്നതാണല്ലോ സത്യം. കുറച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നോക്കുകയാണ്. വിഷമമാണ് അതിന് മുഖത്ത്. എല്ലായിടും നോക്കുകയാണ് അമ്പരന്നിട്ട് എന്തോ ചെയ്യണമെന്നറിയാൻ വയ്യാതെ. ആദ്യമൊക്കെ തൊടാൻ ചെല്ലുമ്പോൾ എന്നെ കൊത്തുമായിരുന്നു. ഇപ്പോൾ അനങ്ങാതിരിക്കുന്നു. ഇത്തിരി വെള്ളം കൊടുത്തു. വെള്ളം കുടിക്കുന്നുണ്ട് നന്നായിട്ട്. കഷ്ടം, നല്ല ദാഹമുണ്ട് അതിന്, ചൂടായതുകൊണ്ട്. ഇവനിങ്ങനെ ഇവിടെ എല്ലാം കറങ്ങി നടക്കും. പരിചയമില്ലാത്ത ആളായതുകൊണ്ട് കയറി പിടിച്ചാലോ എന്ന് പേടിച്ച് കൂട് വീടിനകത്താണ് ഇന്നലെ വെച്ചത്. നമുക്ക് അപ്പൂസിനെ അങ്ങ് പറത്തി വിടാം. പോകുന്നില്ല, കയ്യിൽ അള്ളിപ്പിടിച്ചിങ്ങനെ ഇരിക്കുക. നോക്കാം എന്താ പരിപാടിയെന്ന്. കയ്യിലിരുന്ന് തൂവലൊക്കെ മെനുക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. പോകുന്ന ലക്ഷണമില്ല, പോകുന്നില്ലെന്ന് തോന്നുന്നു. അവിടെ ഇരിക്കട്ടെ, ടെറസിലിങ്ങനെ ഇരിക്കട്ടെ. തൂവലൊക്കെ മെനുക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കക്ഷി. അവിടെ ഉറുമ്പുണ്ട്, ഉറുമ്പ് കടിക്കുന്നുണ്ട്. എന്നാലും ഇവിടുന്ന് പറക്കില്ല. 3 മണിയായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇനി കുറച്ച് അരിയും വെള്ളവും കൊടുത്ത് നോക്കാം. ഒക്കെ കഴിച്ചിട്ട് ഇനി നമുക്ക് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവിനെ നമുക്ക് പറത്തി വിട്ട് നോക്കാം. പോകുന്നില്ല. വൈകുന്നേരമായി, സന്ധ്യയായി. ഇവിടെ കസേരയിൽ വന്ന് ഉറപ്പായി. ടെറസിൽ കസേര കിടന്നതിനകത്ത് ഇരുട്ടയായി. ഇനിയിപ്പോൾ രാത്രിയിലെ പിടിച്ച് കൂട്ടിൽ തന്നെ ഇടാം.